നമസ്കാരം. കാർ ഇൻഫോ ചാനലിലെ മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ക്രിസ്മസ് എത്താൻ പോകുന്നു. ക്രിസ്മസിന്റെ തൊട്ട് പിന്നാലെ ന്യൂ ഇയർ വരാൻ പോകുന്നു. ഓഫറിന്റെ പെരുമഴയാണ് എല്ലാ സ്ഥലത്തും. എനിക്കും കിട്ടി ഇന്നൊരു അടിപൊളി ഓഫർ മെസ്സേജ്. ഞാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് സർവീസുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജാണ് ലഭിച്ചത്. ഏകദേശം 5000 രൂപയുടെ സർവീസ് പാക്കേജ് എനിക്ക് 2500 രൂപയ്ക്ക് ചെയ്തു തരാം. ഇതുപോലുള്ള മെസ്സേജ് നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ, ഒരു വാഹനത്തിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ടാറ്റയ്ക്കും മാരുതിക്കൊക്കെ ഒരുപാട് ഡീലർഷിപ്പുകൾ നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ടായിരിക്കും. ഇവരെല്ലാവരും മത്സരിച്ചിട്ടാണ് ഓഫറുകൾ തരുന്നത്. ഇതിലെ ഓഫറിൽ നമ്മൾ തല വെക്കണം, തല വെച്ചു കൊടുക്കണം, അതാണ് ആലോചിക്കേണ്ടത്. ഇപ്പം ഞാൻ വാഹനം സർവീസ് ചെയ്തിട്ട് അധികം ആയിട്ടില്ല. ഏകദേശം 5000-6000 കിലോമീറ്ററാണ് ഞാൻ കഴിഞ്ഞ സർവീസ് കഴിഞ്ഞിട്ട് ഓടിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഓഫറാണ്. 50% പ്രൈസ് ഞാൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ വാഹനം സർവീസിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു നഷ്ടമാണ്. മറ്റൊന്നുമല്ല, 6000 കിലോമീറ്റർ ആയിട്ടുള്ളൂ, ബാക്കി 4000 കിലോമീറ്ററും കൂടെ എനിക്ക് ഓടാൻ പറ്റും. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ചാടിക്കയറി ഒരു ഓഫറിന് വേണ്ടി സർവീസ് ചെയ്താൽ എൻ്റെ സർവീസിൻ്റെ എണ്ണം എത്ര വരും എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി വർഷക്കണക്കിലേക്ക് വരാം. നമുക്ക് കുറച്ചുകൂടെ എളുപ്പം പറയാൻ അതായിരിക്കും. ഓരോ വർഷത്തിലാണ് നമുക്ക് വാഹനത്തിന് പൊതുവെ സർവീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വർഷത്തെ സർവീസ് നമ്മൾ 10 മാസമേ ആയിട്ടുള്ളൂ. 2 മാസം കൂടെ ഉണ്ടെന്നാൽ ഇപ്പോൾ ഓഫർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ 2 മാസം മാറിക്കിട്ടി. ഈ 2 മാസം മാറിക്കഴിഞ്ഞപ്പോൾ ഒരു 5-6 സർവീസ് കഴിയുമ്പോൾ നമ്മൾ ഒരു അഡീഷണൽ സർവീസ് ചെയ്യും. അതായത് ഏകദേശം 4000 രൂപയുടെ ഒരു സർവീസ് നമ്മൾ 5 വർഷം കൊണ്ട് കൂടുതൽ ചെയ്യും. അപ്പോൾ ആർക്കാ ലാഭം കിട്ടി? ചിന്തിക്കുക. ഇനി ഇത് നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് അറിയാൻ പറ്റും? ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നമ്മുടെ വാഹനം വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടി ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കവറിലൊക്കെ ഇട്ട് നമുക്കൊരു ബുക്ക് തന്നിട്ടുണ്ട്. ഓണേഴ്സ് മാനുവൽ അല്ലെങ്കിൽ സർവീസ് മാനുവൽ എന്നൊക്കെയാണ് അതിൻ്റെ വിളിപ്പേര്. ആ ബുക്കിൻ്റെ അവസാന പേജുകൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ വാഹനം എത്ര കിലോമീറ്ററിൽ അല്ലെങ്കിൽ എത്ര മാസം കൂടുമ്പോഴാണ് സർവീസ് ചെയ്യേണ്ടത്, ഓരോ സർവീസിലും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സാധാരണഗതിയിൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരിക്കുന്നു, വിളിക്കുന്നു, സർവീസ് സെൻറ്ററിൽ വിളിക്കുന്നു, അത് എൻ്റെ വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം, വന്ന് കൊണ്ടുപോകുള്ളൂ കേട്ടോ, ഐ എം എ ബിസി പേഴ്സൺ വന്ന് കൊണ്ടുപോകുള്ളൂ കേട്ടോ, സർവീസ് ചെയ്തോളൂ. അവർക്ക് ചാകരയാണ്. അവർ കൊണ്ടുപോകുന്നു, വാഹനം സർവീസ് ചെയ്യുന്നു, എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളതിനെ വിളിക്കുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വണ്ടി കുട്ടപ്പനാക്കിയാണ് കൊണ്ടുവന്നിട്ട് അതിനൊക്കെ ടിപ്പ് ടോപ്പുള്ളൊരു ബില്ല് നിങ്ങൾക്ക് തരും. ഇതൊക്കെ നിങ്ങളുടെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? ചെയ്തിട്ടുണ്ടോ എന്നുള്ള പോട്ടെ, ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഒരു 2 വീലർ ഇപ്പോൾ നമ്മൾ സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ ആകെ അതിൽ ചെയ്യേണ്ട ഓയിൽ ചേഞ്ചും ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ അതിൻ്റെ കൂടെ അവരൊരു വാക്സ് പോളിഷിങ് ഇങ്ങനെയുള്ള കുറേ സാധനം ചേർത്തിട്ട് നല്ലൊരു എമൗണ്ട് ബില്ലിട്ട് തരും. ഇതൊക്കെ ശരിക്കും ആവശ്യമുള്ളവരാണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ പോരെ. ഒരു സാധാരണക്കാരന് ചിലപ്പോൾ കാശില്ലാത്തവനും ഇത് അടിച്ചേൽപ്പിക്കുന്ന പോലെ മാറുകയാണ്. അപ്പോൾ കൂടുതൽ ചോദ്യം പറച്ചിലൊന്നുമില്ല, പ്രത്യേകിച്ച് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് കൊടുക്കുന്ന സമയത്ത്. മറ്റേത് പിന്നെ നമ്മളവിടെ ചെന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കയറിയിട്ട് നോക്കാം എന്താ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അതിലത് ആവശ്യമുള്ള കാര്യം മാത്രം ചെയ്യാം. ബാക്കി നമുക്ക് വേണമെങ്കിൽ പുറത്ത് ചെയ്യാം. വാറണ്ടി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നു, നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേറൊരു വീഡിയോ ചെയ്തു തരാം. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് തരാം. അപ്പോൾ ആവശ്യമില്ലാതെ കണ്ട് സർവീസ് സെൻ്ററിലേക്ക് പോകുന്നത് ഓഫർ എന്ന് കണ്ട് ചാടിക്കയറി വീഴരുത് എന്ന് മാത്രം ഇന്ന് പറയുന്നു. എല്ലാവർക്കും ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ അടിപൊളിയാവട്ടെ. അതിന് മുന്നേ വീഡിയോസ് ഉണ്ടാവും എന്തായാലും, എന്നാലും ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് പറയണമെന്ന് മാത്രം, ഓഫർ ഇപ്പം തരണമെന്ന് മാത്രം. അപ്പോൾ ചാടിക്കയറിയിട്ട് ആരും പോയിട്ട് തലവെക്കേണ്ട, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം സർവീസ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി.